ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്നത്തെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഒരു പുതിയ വർഷത്തിലോട്ട് കടന്നിട്ടുണ്ട്. പുതിയ കുറേ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും പുതിയ വർഷത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ പ്രാവശ്യം ഞാൻ നന്നാവും, ആ കാര്യം ചെയ്യും, ഈ കാര്യം ചെയ്യും എന്നൊക്കെയുള്ളത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എഴുതി ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? സ്വന്തമായിട്ടൊരു വരുമാനം. ഞാൻ ഇനി അങ്ങോട്ടേക്ക് സ്വന്തം കാലിൽ നിൽക്കും എന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കാം കേട്ടോ. വെറുതെ പറഞ്ഞല്ല. നമ്മുടെ ബാംഗ്ലൂർ ഡേ സിനിമയിൽ നസ്രിയ തിരിച്ചു വന്നതിന് ശേഷം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, സൈക്കിൾ മേടിക്കണം, ഗോൾഡ് കൊടുക്കണം, സൈക്കിൾ മേടിക്കണം. അതായത് പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നില്ലേ? അതേപോലെ നമുക്കും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എത്രയൊക്കെ സമയമില്ലെങ്കിലും നമ്മുടെ സാഹചര്യം എങ്ങനെ തന്നെ ആയാലും നമ്മളതിനെ ചെയ്യും. അത് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. വീട്ടിൽ ചെയ്യുന്ന ജോലികൾ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യും. അതുപോലെ മുൻഗണനാ ലിസ്റ്റിൽ എഴുതി ചേർക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ഏണിങ്സ്, സ്വന്തമായിട്ടൊരു വരുമാനം. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനും പറ്റട്ടെ. സ്വന്തമായിട്ടൊരു ഏണിങ്സ് കണ്ടുപിടിച്ച് അതുകൊണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പാർട്ട്ണറിനെ സഹായിക്കാനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ആ ഒരു ഏണിങ്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. കുറേ പേരൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരും വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വരുമാനം വേണം കേട്ടോ. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഒരു തവണയോ 2 തവണയോ 3 തവണയോ ഒക്കെ നോക്കിയിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയരുത്. അതിൻ്റെ കൂടെ തന്നെ പോകണം. എന്താണ് നമ്മൾ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക, മുമ്പോട്ട് തന്നെ പോവുക കേട്ടോ. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. നമ്മളെ ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നുണ്ട്. കുറേ വീഴ്ചകൾ ഞാനും വരുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ കുറേ ആയി ഹെയർ അക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന്. ഇപ്പോൾ പുതിയ കുറേ മോഡൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വർഷം ഒന്നിച്ച് യാത്ര ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.